നാട്ടിലെങ്ങും വഴിയോര കച്ചവടങ്ങൾ ഇപ്പോൾ പൊടി പൊടിക്കുക. നിങ്ങൾക്കറിയാം, പുറത്തിറങ്ങിയ വെട്ടി വിയർക്കുന്ന മനുഷ്യരെല്ലാം എന്തെങ്കിലും തണുത്തത് കുടിക്കണമെന്ന ഒറ്റ ആഗ്രഹത്തിലാണ് നടക്കുന്നത്. ഇളനീരും തണ്ണിമത്തനും സംഭാരവും ഉൾപ്പെടെ പാനീയങ്ങളുടെ വിൽപ്പന നാട്ടിലെങ്ങും പൊടി പൊടിക്കുന്നു, വളരെ സജീവം. എന്നാൽ ഇതിൻ്റെയൊക്കെ വിലയോ കേട്ടാൽ നമ്മൾ പൊള്ളിപ്പോകും. ആ രീതിയിലുള്ള വിലയാണ്, പൊള്ളുന്ന വിലയാണ്. ആവശ്യക്കാർ കൂടിയതോടെ 10 രൂപ മുതൽ 15 രൂപ വരെയാണ് ഇളനീരിൻ്റെ വില. വർധന അങ്ങനെയാണ് വർദ്ധിച്ചിരിക്കുന്നത്, പൊള്ളുന്ന വില. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കാസർഗോഡ്. ജില്ലയിൽ ചൂട് 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നിരുന്നു. ഇളനീരും സംഭാരവും തണ്ണിമത്തിനുമൊക്കെയാണ് ഈ ചൂടത്ത് വഴിയാത്രക്കാർക്കുള്ള ഏക ആശ്രയം. മഞ്ചേശ്വരം മുതൽ കാഞ്ഞങ്ങാട് വരേക്കുള്ള യാത്രയിലെവിടെയും ഇങ്ങനെ വഴിയരികിൽ തണ്ണിമത്തനും ഇളനീരും കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഒപ്പം സംഭാരവും സർബത്തും വിൽക്കുന്ന കടകളും. ഈ റോഡിൽ മാത്രമല്ല കേട്ടോ, ജില്ലയിലെ വഴിയോരങ്ങളിലെല്ലാം ചൂടിനെ പ്രതിരോധിക്കാൻ തെരുവ് കച്ചവടം പൊടി പൊടിക്കുകയാണ്. ദീർഘദൂര യാത്രക്കാർ മാത്രമല്ല, രാവിലെ 10 മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങിയ ആരും ആദ്യം തേടുന്നത് ശരീരം തണുപ്പിക്കാനുള്ള മാർഗമാണ്. നല്ല ചൂടാ, ഫുള്ളാണ്. തണുപ്പിന് വേണ്ടിയിട്ട് അവിടെ നമ്മളെ പങ്കലുകൾ പോകുന്നു. അവിടെ കുറച്ച് AC ഉണ്ട്, അവിടെ നല്ല തണുപ്പുള്ളൂ, വീട് നിൽക്കാൻ പറ്റുന്നില്ല. ആവശ്യക്കാർ കൂടിയതോടെ ഒറ്റയടിക്കാണ് ഇളനീരിൻ്റെ വില വർദ്ധിച്ചത്. ജില്ലയിൽ 30 രൂപ മുതൽ 35 രൂപ വരെ വില ഈടാക്കിയിരുന്ന ഇളനീരിന് ഇപ്പോൾ പലയിടത്തും 45ഉം 55ഉം കടന്നു. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദാഹമകറ്റാനും ശരീരത്തിന് കുളിർമയേകാനും ഇളനീര് ഗുണകരമാണ്. കയറ്റുന്നത് മൈസൂർ നിന്നാണ് ഇവിടെ ഇറക്കുന്നത്. പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഓരോ കടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കും. 50, 100, 200 ഇങ്ങനെ ഇറക്കുന്നതാണ്. അപ്പോൾ സാധനം കിട്ടാനുള്ളതുകൊണ്ട് അവിടെ മഴ വന്നു പിന്നെ സാധനം ഇല്ല. ഇന്നലെ മഴയായിരുന്നു, ഇന്നിപ്പോൾ വേറെ വണ്ടി ലോഡാണ്ടായിരുന്നു. പക്ഷേ ലോഡായില്ല, ലോഡാക്കാൻ പറ്റാതെ തെങ്ങിൽ കയറാൻ പറ്റില്ല. ചൂട് കൂടുന്നത് കച്ചവടം വർദ്ധിപ്പിക്കുമെങ്കിലും പൊരിവെയിലത്ത് റോഡിൽ നിൽക്കുന്ന കച്ചവടക്കാരുടെ അവസ്ഥയും കഷ്ടം. ചൂടായതുകൊണ്ട് നല്ല കച്ചവടമാണ്. അപ്പോൾ ആർക്കും ഭക്ഷണം കഴിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ തണ്ണിമത്തളം ആണ് ഇപ്പോൾ എല്ലാവരും കുടിക്കുന്നത്. നല്ല ചൂടാണ്. ഒന്നാ റോഡിൻ്റെ ചൂടായി, വണ്ടിയുടെ ചൂട്, പിന്നെ ബാക്കിൽ റെയിൽപാളമൊന്ന് അതിൻ്റെ ചൂടെല്ലാകുമ്പോൾ പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒരു സമാധാനം. യാത്രക്കാരെയും കാത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ തൊഴിലാളികളും ചൂട് സഹിക്കാനാവാതെ ബുദ്ധിമുട്ടിലാണ്. 5 ലിറ്റർ വെള്ളം പോകണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. കഴിയുന്നില്ല, അത്രയും ചൂട്. പുറത്തിറങ്ങി ഞങ്ങൾ കുറച്ച് കാറ്റിട്ടു, അത്ര നമ്മളൊക്കെ വണ്ടി ഉന്താനായി. ചൂട് കൂടിയതോടെ പകൽ സമയത്ത് നഗരത്തിലേക്ക് ആളുകൾ എത്തുന്നത് കുറയുന്നെന്ന പരാതിയും വ്യാപാരികൾക്കുണ്ട്. വേനൽ മഴ ലഭിച്ചെങ്കിലും ജില്ലയിലെ ചൂട് വർദ്ധിക്കുകയാണ്. വഴിയോരങ്ങളിൽ ലഭിക്കുന്ന സംഭാരവും തണ്ണിമത്തനും കക്കിരിയുമൊക്കെയാണ് ജനങ്ങളുടെ ഏക ആശ്വാസം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. അഞ്ജന പറയുന്നു, ഗുഡ് ഈവനിങ് SKN. ഗുഡ് ഈവനിങ്. നല്ല മഴ കിട്ടി, നല്ല മഴ ഉണ്ടാകുന്നു, അതുപോലെ ഇടിയും മിന്നലും ഉണ്ട്. എല്ലാ ജാഗ്രതയും ആളുകൾ പാലിക്കുക എന്നാണ് പറയേണ്ടത്. ഇന്ന് മാതൃദിനമാണ്, അതുപോലെ ലോക നഴ്സസ് ദിനം കൂടിയാണ്. ആ 2 ദിനത്തിൽ നമ്മൾ രാവിലെ മോർണിംഗ് ഷോയിൽ ആശംസകൾ നേരുകയും ചെയ്തു. ഒരിക്കൽ കൂടി എല്ലാ അമ്മമാർക്കും ആശംസകൾ, അതുപോലെ മാലാഖമാർ എന്നറിയപ്പെടുന്ന നഴ്സസിനും ആശംസകൾ. ഇനി ഞാൻ ഈ ഇളനീരിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. കർണാടക ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇളനീരിന് മൊത്ത കച്ചവടക്കാർ വില കൂട്ടിയതാണ് വിലയുടെ വർധനവിന് കാരണമായി കച്ചവടക്കാർ നമ്മോട് പറയുന്നത്. ഒരു ഇളനീര് കുടിക്കാൻ കീശ കാലിയാകും എന്ന അവസ്ഥ വന്നതോടെ ഇനി അല്പം വേർത്താലും സാരമില്ല എന്ന മട്ടിലായി പൊതുജനം. ഏറ്റവും വില കൂടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ചൂടായതുകൊണ്ട് ഈ സാധനമൊന്നും കൂടുതൽ വെക്കാൻ പറ്റുന്നില്ല. അന്നൊക്കെ തീർക്കേണ്ടി വരുന്നു, അത്ര ബുദ്ധിമുട്ടുണ്ട്. കച്ചവടം ആൾക്കാർ വന്നാലല്ലേ കച്ചവടം ഉണ്ടാവും. ഇറങ്ങാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്, അത്രയും ചൂടാണ് ഇപ്പോൾ ഉള്ളത്. കുറവ് കച്ചവടം ആൾ വരുന്നില്ല, ചൂടല്ല. ചൂട് സമയത്ത് ആരും ഉണ്ടാകുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാസർഗോഡ് ജില്ല ടൗൺ മേഖലയിൽ ഭയങ്കര ചൂടാണ്. പണി ബുദ്ധിമുട്ടതാണ്, പണി എടുക്കാൻ പറ്റുന്നില്ല. ഷർട്ടെല്ലാം നനഞ്ഞ് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇതന്നെ ഒരു സമാധാനം. അപ്പോൾ ഷോപ്പിലേക്കുള്ള പാർസൽ വാങ്ങിയിട്ട് പോന്നു അവിടെ സ്റ്റാഫിന്. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ആ മിനിയാന്ന് അതന്നെ ഒരു ദിവസം മഴ പെയ്തതിലൊരു ചെറിയൊരു ഇതുണ്ടായി. ഭയങ്കര ചൂട്. ഇത് നല്ല വിലയായി, 45 ഉള്ളത് ഇപ്പോൾ 50 ആയി. ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആൾക്കാർക്ക് വില ഒരു പ്രശ്നമല്ല, സാധനം കിട്ടാനില്ല. ഒന്നാമത് കേരളത്തിൻ്റെ ഇല്ല, കാസർഗോഡും ഇല്ല. ഉള്ളത് ആകെ കർണാടകത്തിൽ വരുന്നത്, മാടൂർന്ന്. അവരാണ് നല്ല റേറ്റ് കൊടുത്തിട്ട് നല്ല സാധനം കൊണ്ടുവരുന്നുണ്ട്.